ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുന്നതാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്ക്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് 2024 ഓഗസ്റ്റിനാണ്. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച പണത്തിൽ കൈയിട്ട് വാരിയെന്ന ആരോപണമാണ് പിന്നെ നമ്മൾ കേട്ടത്. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിങ്ങളുടെ കത്ത് തരാം. നമ്മളീ സംസാരിക്കുന്ന നിമിഷം വരെ വയനാട്ടിൽ 1 ഇഞ്ച് ഭൂമി യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടില്ല. പാവങ്ങളുടെ പേരിൽ പിരിച്ചെടുത്ത പണം എന്തു ചെയ്തു ആർക്കറിയാം? ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ അധ്യക്ഷനുമില്ല. ഓരോ തവണയും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് എവിടെയാണെന്ന് പരിഹാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകിയ 100 വീട്ടിൽ ഒരു വീട് നിങ്ങൾ കാണിച്ചു തരാം. ഒരു വീടൊന്നിന് 20 ലക്ഷം രൂപ കണക്കാക്കി 100 വീടുകൾക്ക് 20 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. മുണ്ടക്കൈയിലെ മനുഷ്യർക്ക് വേണ്ടി. ഓർക്കണം, ഒരു പിരിവും ഇതിനായി ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ച് നടത്തിയും തന്നെയാണ് ഈ പണം കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീടാണ്, പിരിച്ചത് 88 ലക്ഷവും, നൽകിയതോ വട്ടപൂജ്യവും.